പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യം. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാകുക എന്നും ജീവിക്കുന്നു എന്നും അർത്ഥമാക്കാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ദൈവഹിതത്തിന് അവൾ പ്രാധാന്യം നൽകി. ആയതിനാൽ അവളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഏറെ വിലയുള്ളതായി. അതേ മാതൃകയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയും നമ്മെ കാണിച്ചു തരിക. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരായി മാറാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവായ ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.